മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ടുകാർക്ക് സർക്കാർ ജോലി ഉറപ്പിക്കാൻ വഴിവിട്ട നീക്കം. PSC അംഗീകാരമില്ലാത്ത ജോലി ചെയ്തവരെ IPRD വകുപ്പിൽ അംഗീകൃത തൊഴിൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും നവമാധ്യമങ്ങളിൽ പുകഴ്ത്താനും പോസ്റ്റ് ഷെയർ ചെയ്യാനും ഒക്കെ രൂപീകരിച്ച പ്രിസം പദ്ധതിയിൽ ഉൾപ്പെട്ട ഇടത് അനുഭാവികൾക്ക് വേണ്ടിയാണ് ഈ തിരിമറി നടത്തുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, പിണറായി സർക്കാരിന്റെ കാലത്തുള്ള ബന്ധു നിയമനങ്ങളും പിൻവാതിൽ നിയമനങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ടുകാർക്കും സർക്കാർ ജോലി ഉറപ്പിക്കാനുള്ള വഴിവിട്ട നീക്കം തന്നെയാണോ നടക്കുന്നത്? ഏത് രീതിയിലാണ് ഇവർക്ക് ഈ ജോലി തരപ്പെടുത്താനുള്ളൊരു ശ്രമം ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്? രോഹിണി, മന്ത്രിസഭാ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഉള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് CPM അനുഭാവികളെയും ഇടത് അനുഭാവികളെയും എല്ലാം വ്യാപകമായി തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രിസം പദ്ധതിയുടെ പേരിലും ആ പ്രിസം പദ്ധതിയിൽ ഉൾപ്പെട്ട CPM അനുഭാവികളായിട്ടുള്ള ആളുകളെ പോലും വീണ്ടും സർവീസിലേക്ക് PSCയുടെ പോലും നിർദ്ദേശമില്ലാതെ സർവീസിൽ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതായത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലൊക്കെ, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലും അങ്ങനെ ഈ പ്രാദേശിക മേഖലകളിലെല്ലാം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി രൂപീകരിച്ചതാണ് ഈ പ്രിസം പദ്ധതി എന്ന് പറയുന്നത്. ഇതൊരു കാഷ്വൽ എന്ന നിലയിലാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ഈ പദ്ധതിയിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അതിൽ അത് ഗ്രാമീണ തലങ്ങളിലേക്ക് എത്തുക അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് എത്തുക എന്ന രീതിയിൽ ഒരു PR സംവിധാനം തന്നെയാണ് ഈ പ്രിസം എന്ന് പറയുന്നത്. ആ പ്രിസം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന പ്രാദേശിക നേതാക്കളായിട്ടുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ CPM അനുഭാവികളായിട്ടുള്ള ആളുകളെയും എല്ലാം ആണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്താനൊരു നീക്കം നടത്തുന്നത്. അതായത് ഇവരെ താൽക്കാലിക ജീവനക്കാർ എന്ന നിലയിൽ കാഷ്വൽ ജീവനക്കാരായിട്ടാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ PSCയുടെ അംഗീകാരം അടക്കം ഈ കാഷ്വൽ ജീവനക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇവരെ താൽക്കാലിക ജീവനക്കാർ എന്ന നിലയിലേക്ക് മാറ്റുകയും അതോടൊപ്പം തന്നെ ഈ താൽക്കാലിക ജീവനക്കാരായി മാറ്റിക്കൊണ്ട് തന്നെ ഇവർക്ക് ഈ PSCയിൽ അനുവാദമില്ലാതെ തന്നെ സ്ഥിരപ്പെടുത്തുന്നതിനൊരു നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പ്രിസം ജീവനക്കാരെ വ്യാപകമായിട്ട് ഈ PSC അനുമതി പോലും ഇല്ലാതെ IPRDയിലേക്ക് തിരികെ കയറ്റാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. അതാണിപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ നടപടികളിലൂടെ വ്യാപകമായി CPM അനുഭാവികളായിട്ടുള്ള ആളുകളെ സർവീസിലേക്ക് എടുക്കുക എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. അതാണ് ഈ നീക്കത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനിരിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വ്യാപകമായിട്ട് റിക്രൂട്ട്മെൻറ്റുകൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. അനർഹരായിട്ടുള്ള നിരവധി പേരെ സർവീസിലേക്ക് തിരികെ കയറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നീക്കം നടക്കുന്നത്. PSCയുടെ കൂടി അനുമതിയില്ലാതെ വ്യാപകമായിട്ട് PRD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൂടി ഇത്തരത്തിലുള്ള ആളുകളെ തിരികെ കയറ്റുന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതും അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റിനെ ആ സർട്ടിഫിക്കറ്റിന് ഈ പ്രിസം പദ്ധതിയിൽ ഉൾപ്പെട്ട് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റിന് അംഗീകാരമില്ല. എന്നാൽ അങ്ങനെ അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റിനെ മാറ്റിക്കൊണ്ട് ഇവരെ താൽക്കാലിക ജീവനക്കാർ എന്ന നിലയിലേക്ക് എടുത്തുകൊണ്ട് അതിൽ വനം വകുപ്പിൻ്റെ ആസ്ഥാനത്ത് നടന്ന ഒരു പരീക്ഷ എന്ന നിലയിലൊക്കെ ഈ ഉദ്യോഗാർത്ഥികൾ, അതായത് ഇത്തരത്തിലുള്ള ഈ PRDയുമായി ബന്ധപ്പെട്ട് പ്രിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെയെല്ലാം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. അത് ഇതോടുകൂടി സംഭവിക്കുന്നത് PSC എഴുതി വന്നവർക്ക് ഈ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അനധികൃതമായിട്ടുള്ള തിരികെ കയറ്റൽ, പാർട്ടി അനുഭാവികളായിട്ടുള്ളവരെ PSCയുടെ കൂടി അനുവാദമില്ലാതെ PRDയിലേക്കൊക്കെ തിരികെ കയറ്റുന്ന നിലയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭരണകാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള അനുഭാവികളായിട്ടുള്ള ആളുകളെയും മറ്റും സർവീസിലേക്ക് എടുക്കുക എന്നതുകൂടി ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് വേണം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാദേശിക മേഖലയിൽ, ഗ്രാമീണ മേഖലയിലെ സർക്കാരിൻ്റെ വാഴ്ത്തുപാട്ടുകൾ നടത്തുവാനും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനുമായി രൂപീകരിച്ച പ്രിസം പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ ആളുകളെ വ്യാപകമായിട്ട് ഇപ്പോൾ സർവീസിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തുന്നത്. രോഹിണി, ശരി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ വൻ തിരക്ക്. പ്രദേശവാസികളെ ടോളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന